വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സ്റ്റുഡൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അവരെല്ലാം യൂണിവേഴ്സിറ്റികളുടെ അടുത്ത് തന്നെ അക്കോമഡേഷനും നോക്കുന്നുണ്ട്. അപ്പോൾ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. 2019 ഒക്ടോബറിൽ ആരംഭിച്ച യൂണിഅക്കോ എന്ന് പറയുന്ന വെബ്സൈറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. യൂണിഅക്കോയ്ക്ക് 10-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അക്കോമഡേഷൻസ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 10,000-ൽ കൂടുതൽ അക്കോമഡേഷൻസ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂണിഅക്കോ എന്ന് പറയുന്ന വെബ്സൈറ്റ് നിരവധി രാജ്യങ്ങളിൽ നിന്ന് 10 മില്യണിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. യൂണിഅക്കോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസോ അല്ലെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ പുറത്തേക്ക് യാത്ര ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. യൂണിഅക്കോയെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലൂടെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫറുകളും അതുപോലെ തന്നെ ആമസോൺ വൗച്ചേഴ്സും ഒക്കെ ലഭിക്കുന്നുണ്ട്. പലതരത്തിലുള്ള സ്റ്റുഡൻറ്റ് അക്കോമഡേഷനുകൾ നമുക്ക് യൂണിഅക്കോയിലൂടെ ലഭിക്കും. അതായത് സ്റ്റുഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ട്വിൻ സ്റ്റുഡിയോസ് അങ്ങനെയുള്ള നിരവധി ടൈപ്പ് അക്കോമഡേഷനുകൾ നമ്മൾ യൂണിഅക്കോയിലൂടെ ബുക്ക് ചെയ്യുമ്പോൾ ലഭിക്കും. ഇപ്പം നിങ്ങൾ ഗ്രൂപ്പ് ബുക്കിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് ഓഫേഴ്സും യൂണിഅക്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. അതായത് നിങ്ങളിപ്പോൾ ഗ്രൂപ്പ് ബുക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ പേയ്മെൻറ്റിൽ നിന്ന് ഒരുപാട് ഡിസ്കൗണ്ടുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു ഫ്രണ്ടിനെ യൂണിഅക്കോയിലേക്ക് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 GB വരെ നിങ്ങൾക്ക് ലഭിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെടുത്ത് നോക്കിയാൽ മതി. അതിലൂടെ നിങ്ങൾക്കൊരു നല്ലൊരു അക്കോമഡേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് എൻ്റെ അയർലൻഡിലെ ആദ്യത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ രാവിലെ നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഹോട്ടലിലെ ഉറക്കം നന്നായിരുന്നു. നല്ല ക്വയറ്റായിട്ടുണ്ട് ഉറങ്ങാനായിട്ട്. അപ്പോൾ എന്തായാലും ആദ്യമേ നമ്മുടെ ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് ഫോണിൻ്റെ ചാർജ് ഒക്കെ ഒന്ന് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫയൽസൊക്കെ ഒന്ന് നോക്കാൻ എങ്ങനെയുണ്ട്, നമ്മൾ വീഡിയോസൊക്കെ എടുത്തത് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ. ഓക്കെ, അപ്പം ഇന്നിപ്പോൾ 7 മണിയായിട്ടുണ്ട്. 9 o'clock നമ്മുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം ഉണ്ട്. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടൊക്കെ പോവാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ട്രെയിനിങ്ങിന് ഞാൻ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ പോകുന്നതിന് മുന്നേ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റായി റെഡി ആയിട്ടുണ്ട്. കേട്ടിരിക്കുകയാണ്. നല്ലൊരു ഫുൾ മിററൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റൂമിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാം. അപ്പോൾ നമുക്ക് ഇവിടെ റൂമിൽ ഹോട്ടൽ റൂമിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം. സാധാരണ എല്ലാ ഹോട്ടൽ റൂമിലും ഉള്ളതുപോലെ തന്നെ അതായത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അവിടെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മോളിൽ ലിങ്ക് കാണിക്കും. ഓക്കെ, ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നീട് അതിലൂടെ എടുത്ത് നോക്കിയാൽ മതി. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അതിൻ്റെ ലിങ്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. റൂമെല്ലാം സെറ്റാണ്. അപ്പോൾ നമ്മൾ ബാഗ് എടുക്കാം. ഓക്കെ അല്ലേ? ഇവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ആദ്യം ഒരിടത്ത് പോയി. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു പാൻട്രിയിലാണ് പോയത്. അപ്പോൾ പാൻട്രിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ്.
കുറച്ച് നേരം ഇവിടെ ഇരുന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കണമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. എന്താണെന്ന് കഴിച്ചു നോക്കിയിട്ട് ഉണ്ടെന്ന് പറയാം. നമ്മളപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുക. ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ടാക്സി ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഒരു 4 minutes ആകുമ്പോഴത്തേന് നമ്മുടെ ടാക്സി വരും. 9 o'clock ആണ് ടൈം. പക്ഷെ എന്നാലും 4 minutes പിക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എത്ര ടൈം എടുക്കുമെന്നുള്ളതായിരുന്നു നമുക്കൊരു പിടിയില്ല. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു സുഖമുണ്ട്. നല്ല തണുപ്പുണ്ട്. 0 degree ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ടാക്സിയിൽ കയറി അങ്ങോട്ടേക്ക് പോകാം. ടാക്സി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അടുത്തെത്താറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതിനെക്കാട്ടി ഒരു 5 minutes കൂടെ എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ടാക്സി ഇപ്പോൾ എത്തും. അപ്പോൾ നമ്മൾ ടാക്സി എത്തിയിട്ടുണ്ട്. ടാക്സി സെൻ്ററിൽ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. അപ്പോൾ നമ്മളിവിടെയാണ് ട്രെയിനിങ് വന്നത്. ടെക്നോ ട്രെയിനിങ് എൻട്രൻസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഇന്നത്തെ ഒരു ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇന്നിവിടുത്തെ ബസ്സിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുക. അപ്പം ബസ്സിൽ പോകാനായിട്ട് ഞാനും എൻ്റെ കമ്പനിയിലുള്ള വേറൊരാളുണ്ട്. അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ സെയിം ഹോട്ടലിലാണ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ആ ഹോട്ടലിലേക്ക് ബസ്സിൽ കയറി പോകാം എന്ന് വിചാരിച്ചു. ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബസ് നോക്കിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യമേ വേറെ സ്റ്റോപ്പിൽ വന്നു നിന്നായിരുന്നു. സെയിം UK ഉള്ളതുപോലെ തന്നെയാണ് ബസ്സൊക്കെ ഇവിടെ. പക്ഷെ നമ്മൾ നമ്പേഴ്സൊക്കെ വേറെ ആയതുകൊണ്ട് ഭയങ്കര വ്യത്യാസമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ബസ് വരാൻ വേണ്ടിയിട്ട് നമ്മളോട് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യണം. ഇതുപോലെ ഇങ്ങനെ ബസ്സുകൾ വരും. ഉണ്ടോ അവിടെ ബസ് വന്നു കഴിയുമ്പോൾ സെയിം അതുപോലെ തന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കണം. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവാണ്. ഹോട്ടലിൻ്റെ എൻട്രൻസ് എത്തി. ഇതാണ് ഹോട്ടലിൻ്റെ എൻട്രൻസ്. ഞങ്ങളിവിടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നടന്നു വന്നു.